അനുമതിയില്ലാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രവേശിക്കുന്ന അമേരിക്കൻ, ഇസ്രായേലി കപ്പലുകൾ തടയുമെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. US, ഇസ്രായേൽ എന്നിവരുടെ സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് IRGC വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ലോക സമ്പദ്ഘടനയെ ഇറാൻ ബന്ദിയാക്കുകയാണെന്ന് UK വിദേശകാര്യ സെക്രട്ടറി വൈറ്റ് കൂപ്പർ വിമർശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നതിന്റെ സൂചനകളാണ് ഈ പുതിയ സംഭവ വികാസങ്ങളോടെ പുറത്തുവരുന്നത്. എന്നാൽ മേഖലയിലെ യുദ്ധത്തിൽ തങ്ങൾക്ക് പങ്കാളിത്തമില്ലെന്ന് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇറാൻ, അമേരിക്കൻ നേതാക്കളുമായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആശയവിനിമയം തുടരുന്നതായും ഫ്രാൻസ് വ്യക്തമാക്കി. നിലവിൽ മേഖലയിലുള്ള 50,000 US സൈനികർക്ക് പുറമെ 10,000 സൈനികരെ കൂടി വിന്യസിക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാനും സജ്ജമായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ഏതു നീക്കത്തെയും ചെറുക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. സൈനിക താവളങ്ങൾ സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത US അയണിസ്റ്റ് ശക്തികൾ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്ന് IRGC ആരോപിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം മാറി താമസിക്കണമെന്നും IRGC മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാൻ പൗരന്മാരെയും പ്രമുഖ വ്യക്തികളെയും ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്കൻ, ഇസ്രായേൽ സേനയെ കണ്ടെത്തുന്നിടത്തെല്ലാം ഇല്ലാതാക്കുക എന്നത് തങ്ങളുടെ കടമയാണെന്ന് പ്രസ് TV വഴി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇറാൻ ആവർത്തിച്ചു. വ്യാഴാഴ്ച പശ്ചിമേഷ്യയിലെ പ്രധാന US, ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് IRGC വൻതോതിലുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ നടന്ന ഈ ആക്രമണത്തിനായി യാ അബ അബ്ദുള്ള അൽ ഹുസൈൻ എന്ന പ്രത്യേക കോഡ് ഉപയോഗിച്ചതായി ഇറാൻ അറിയിച്ചു. അഷ്ദോദിലെ എണ്ണ ഡിപ്പോകൾ, മോദിയൻ സെറ്റിൽമെന്റിലെ സൈനിക കേന്ദ്രം, അൽദാഫ്ര, അൽ-ലുദൈദ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ എന്നിവ ആക്രമണത്തിൽ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത US അയണിസ്റ്റ് ശക്തികൾ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്നാണ് IRGC പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലകളിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം ഒഴിയണമെന്നും വരാനിരിക്കുന്ന ശക്തമായ സൈനിക നീക്കങ്ങളുടെ സൂചന നൽകിക്കൊണ്ട് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാൻ പൗരന്മാരെയും പ്രമുഖ വ്യക്തികളെയും നിരന്തരം ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്കൻ, ഇസ്രായേൽ സേനയെ കണ്ടെത്തുന്നിടത്തെല്ലാം ഇല്ലാതാക്കുക എന്നത് തങ്ങളുടെ പ്രഖ്യാപിത കടമയാണെന്ന് പ്രസ് TV പുറത്തുവിട്ട ഔദ്യോഗിക വാർത്താ പ്രസ്താവനയിൽ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ശത്രുപക്ഷത്തു നിന്നുള്ള ഏതൊരു നീക്കത്തിനും സമാനമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വ്യാഴാഴ്ച പശ്ചിമേഷ്യയിലെ പ്രധാന US, ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് IRGC വൻതോതിലുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിനായി യാ അബ അബ്ദുള്ള അൽ ഹുസൈൻ എന്ന കോഡും ഉപയോഗിച്ചു.